ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം എല്ലാവരും ഉപയോഗിക്കപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ദൈവം ആരെ ആയിരിക്കും തൻ്റെ നാമമഹത്വത്തിനു വേണ്ടി തൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കുന്നത്? അതിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ 2 തിമോത്തിയോസ് 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാനകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന ഉപയോഗവുമായ നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രങ്ങൾ ആയിരിക്കും. വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. ദൈവസഭയിൽ വിവിധ സ്വഭാവങ്ങളുള്ള, മനോഭാവങ്ങളുള്ള ആളുകളുണ്ട്. ചിലർ കർത്താവിനുള്ളവരാണ്, അവരെ കർത്താവിന് വളരെ നന്നായിട്ടറിയാം. എന്നാൽ ചിലർ കർത്താവിനുള്ളവരല്ല, അവരെയും കർത്താവ് നന്നായിട്ട് അറിയുന്നു. കർത്താവിനുള്ളവരുടെ പ്രത്യേകത, അവർ എല്ലാ തിന്മയും വിട്ട് അകലുന്നവരാണ്. കർത്താവിനുള്ളവരുടെ മറ്റൊരു പ്രത്യേകത, അവർ തന്നെത്താൻ വിശുദ്ധീകരിക്കുന്നവരാണ്. ദൈവം അവരെ ഉപയോഗിക്കേണ്ടതിനായി അവർ ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവരാണ്. ഈ 2 തരം ആളുകളെ വീട്ടിലുള്ള 2 തരം പാത്രങ്ങളോടും ഉപകരണങ്ങളോടും താരതമ്യപ്പെടുത്തിയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അതായത് ദുരുപദേഷ്ടാക്കന്മാരും ദുഷ്ടതയിൽ ജീവിക്കുന്നവരും ഹീനപാത്രങ്ങളെപ്പോലെയാണ്, അതിന് തുല്യമാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജഡമോഹങ്ങളെയും യൗവനമോഹങ്ങളെയും പാപത്തെയും വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന ഉപയോഗവുമുള്ള നല്ല പാത്രങ്ങൾ ആയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നാം ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു വലിയ വീട്ടിൽ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും നിർമ്മിച്ച വസ്തുക്കൾ ഉണ്ടായിരിക്കും. തടി കൊണ്ടും കളിമണ്ണും കൊണ്ടും നിർമ്മിച്ച പാത്രങ്ങളും ഉണ്ട്. ചിലത് വിശേഷ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആ വീടിൻ്റെ ഉടമസ്ഥൻ ഉപയോഗിക്കുന്നത്. മറ്റുള്ളവ വിലയില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഒരുവൻ, അതായത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരുവൻ എല്ലാ ദുഷ്ടതകളിൽ നിന്നും സ്വയം ശുദ്ധീകരിക്കുകയാണെങ്കിൽ ആ വ്യക്തി ദൈവത്തിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി, അതായത് ദൈവം ഈ ഭൂമിയിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി തീർച്ചയായും ഉപയോഗിക്കപ്പെടും. ആ വ്യക്തിയെ അയാൾ ആരായിരുന്നാലും വിശുദ്ധനാക്കി തൻ്റെ യജമാനൻ അവനെ ഉപയോഗിക്കും. ആ വ്യക്തി എന്തു നല്ല കാര്യം ചെയ്യുവാനും സജ്ജമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നാം എല്ലാവരും നമ്മെ പ്രലോഭിപ്പിക്കുന്ന ലോകയിമ്പങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും എല്ലാ ദുഷ്ടതകളിൽ നിന്നും തീർച്ചയായിട്ടും അകന്നു നിൽക്കണം. വിശ്വാസവും സ്നേഹവും സമാധാനവും ഉള്ളവരായി നീതിയിൽ ജീവിക്കുവാനായിട്ട് നാം കഠിനമായിട്ട് പരിശ്രമിക്കണം. ഇതൊക്കെയാണ് തന്നെത്താൻ വെടിപ്പാക്കുന്ന ശുദ്ധഹൃദയം ഉള്ളവരുടെയും കർത്താവിൽ വിശ്വാസം ഉള്ളവരുടെയും ഒക്കെ പ്രത്യേകത. അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന് തനിക്കുള്ള ആളുകളെ അറിയാം. കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഏവരും തിന്മ ചെയ്യുന്നതിൽ നിന്ന് വിരമിച്ചിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ദൈവം ജീവിതത്തിൽ ഹൃദയത്തിൽ വിശുദ്ധിയുള്ളവരെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും അവരെക്കൊണ്ട് ദൈവം എത്രമാത്രം പ്രവൃത്തികൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതും ഈ വചനത്തിൽ നിന്ന് നാം തീർച്ചയായിട്ടും മനസ്സിലാക്കണം. കർത്താവ് നമ്മെ ഉപയോഗിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മെ രസിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ള, ദൈവം വിലക്കിയിട്ടുള്ള, പാപമെന്ന് ദൈവം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും നാം വിട്ടകലണം. അതായത്
മാനസാന്തര അനുഭവം ജീവിതത്തിലുണ്ടാകും. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നു, നല്ല കാര്യം. പക്ഷേ ദൈവം ഉപയോഗിക്കുന്നു എന്നത് അതുകൊണ്ട് നാം അർത്ഥമാക്കേണ്ട. പാപം ചെയ്യുന്നവരും ലോകസുഖങ്ങൾ തേടിപ്പോകുന്നവരുമൊക്കെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാറുണ്ട്. പക്ഷെ ദൈവം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവം ഉപയോഗിക്കാതെ നമുക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറുവാൻ കഴിയും? നാം വിശുദ്ധ ജീവിതത്തിൽ മുന്നേറുന്നവരല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ കർത്താവിലേക്ക് നയിക്കുവാനും നടത്തുവാനുമായിട്ട് കഴിയും? വളരെ പ്രസക്തമാണ് ഈ വചനങ്ങൾ. അതുകൊണ്ട് യജമാനന് ഉപയോഗമുള്ള മാനപാത്രങ്ങളായിട്ട് നമുക്ക് തീരാനായിട്ട് പ്രാർത്ഥിക്കാം. നാം ദുരുപദേഷ്ടാക്കന്മാരാണെങ്കിൽ, നാം തിന്മ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, നാം പാപം വിട്ടു തിരിയുവാൻ മനസ്സില്ലാത്തവരാണെങ്കിൽ ഹീനപാത്രങ്ങളുടെ കൂട്ടത്തിലാണ് നമ്മയും ദൈവം എണ്ണിയിരിക്കുന്നത്. എന്നാൽ നാം അനുദിനം മാനസാന്തരപ്പെടുകയും ദൈവത്തെ ഭയപ്പെടുകയും വചനമനുസരിക്കുവാനുള്ള ഉത്സാഹത്തോടെ ജീവിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ മാനപാത്രങ്ങളുടെ നിരയിലേക്ക് ദൈവം നമ്മളെ കരം പിടിച്ചുയർത്തും. മാനപാത്രങ്ങൾ ആകണമോ ഹീനപാത്രങ്ങൾ ആകണമോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന മാനപാത്രങ്ങളായിട്ട് ജീവിക്കുവാൻ കൃപ തരണം, അതിനുള്ള ഉത്സാഹം തരണം. പരിശുദ്ധാത്മാവ് സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.